പാർലമെൻറ്റിൻ്റെ അടുത്ത സെഷനിൽ വഖഫ് ഭേദഗതി ബിൽ ടേബിൾ ചെയ്യുമെന്നാണ് പറയുന്നത്. മുനമ്പത്തെ ആളുകൾ വളരെ പ്രതീക്ഷയോടെ അതിനെ കാണുന്നു. അവർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ കത്തയക്കുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ ഈ ബില്ല് പാസ്സാവേണ്ടുന്നതിൻ്റെ ആവശ്യകത കേരളത്തിലെ MP-മാർക്കും മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിൽ എന്തുകൊണ്ട് ഇത് അമെൻഡ് ചെയ്യണം എന്ന് കാണിച്ചുകൂടെ ഒരു കത്തയക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ കരുതുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഡ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ MP-മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെ അവർ കരുതിയതിൽ വലിയ തെറ്റൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് ജോഷി മയ്യാറ്റിൽ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ മലയാളത്തിൽ കൂടെ തയ്യാറാക്കുന്നുണ്ട്, എല്ലാ MP-മാർക്കും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ നിലവിലുള്ള നിയമത്തിലെ വിഷമതകൾ, അത് പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഭേദഗതികൾ, അത് വന്നാൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണിക്കുന്ന ഒരു കത്ത് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്കാണ് വളരെ പെട്ടെന്ന് നാടകീയമായി നമ്മുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ MP ഫ്രാൻസിസ് ജോർജ് വന്നിട്ട് ഇത് ഡ്രാക്കോണിയൻ നിയമമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ആ വാക്ക് ഉപയോഗിച്ചത് ഡ്രാക്കോണിയൻ അത്രയും കടുത്ത വാക്ക് ഉപയോഗിച്ചാണ് കിരാത നിയമമെന്നാണ് നിലവിലുള്ള വഖഫ് നിയമത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. പക്ഷേ ഇരുണ്ട് വെളുക്കും മുമ്പ് ഫ്രാൻസിസ് ജോർജ് നിലപാട് മാറ്റി. എന്തുകൊണ്ടായിരിക്കും ഫ്രാൻസിസ് ജോർജിന് ഒരു ദിവസത്തേക്കെങ്കിലും ഇത് കിരാത നിയമമാണ് എന്ന് പറയേണ്ടി വന്നത്? ഫ്രാൻസിസ് ജോർജിനെന്നല്ല, അത് നിയമം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഫ്രാൻസിസ് ജോർജ് ആ ഒരു ദിവസത്തേക്ക് വേണ്ടി പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ളതാണ്. അത് മാത്രമാണ് ശരി. അത് മാത്രമാണ്. പക്ഷേ ഫ്രാൻസിസ് ജോർജ് അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ KRLCC, കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കോൺഫറൻസ് ഓർ കമ്മിറ്റി, എന്ത് വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൻ്റെ ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ നൽകി. JPCക്ക് എന്താണെന്ന് ഇപ്പോൾ JPC പരിശോധിച്ചു എന്താണെന്നറിയാമോ? നിർബന്ധമായിട്ടും ഈ ബില്ല് അമെൻമെൻറ്റ് നടത്തി പാസ്സാക്കണമെന്ന് KRLCC ആവശ്യപ്പെട്ടേക്കാണ്. തോമസ് തറയിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൊടുത്തേക്കണ കാര്യമാണ് ഞാനീ പറയണ. 2, ഇത് KCBCയുടെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അതിൻ്റെ ചെയർമാനാണ് ക്ലീമിസ്. നമുക്കെല്ലാവർക്കും അറിയാം, അറിയപ്പെടുന്ന തിരുവനന്തപുരത്തുള്ള കാർഡിനൽ ക്ലീമിസ് പിതാവ് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ ആക്ട് അമെൻമെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞ്. മൂന്നാമത്തെ കാര്യം, സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ആൻഡ്രൂസ് താഴത്ത് പിതാവ് JPCക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അമെൻമെൻറ്റ് നടപ്പിൽ വരുത്തണമെന്ന്. ഈ പശ്ചാത്തലത്തിലാണ് കത്തോലിക്കരുടെയും വിശേഷിച്ചും മറ്റ് ക്രിസ്ത്യാനികളുടെയും വോട്ടിനെ അമിതമായി ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് ഈ പ്രസ്താവന നടത്തിയത്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിൽ പല ബിഷപ്പുകൾ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു സ്റ്റാൻഡിലെത്തിയവർ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ ഇവരുടെ സംഘടനകൾ എത്തിയിട്ടുണ്ട്, ഒറ്റക്കൊറ്റക്ക് ബിഷപ്പുമാർ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഈ അൽമായർ പറയുന്നുണ്ട്, എറണാകുളത്തിനടുത്തുള്ള ഒരു വികാർ ജനറൽ അദ്ദേഹമാണ് ഇതിനകത്ത് കള്ളക്കളി കളിക്കുന്ന ആളെന്ന്. അല്ല, അദ്ദേഹം എന്നല്ല. എന്തിനാണ് ഒരു വികാരി ജനറലിനെ മാത്രം നിങ്ങൾ പറയുന്നത്? അനേകം വികാരി ജനറൽമാരും ചില ബിഷപ്പുമാരും ഇതിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ നിങ്ങൾ വായിച്ചു നോക്കുക. പല വികാർ ജനറൽമാരുടെയും വികാരം വേറെയാണ്. അവർ നടത്തിയിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു ബിഷപ്പ് ഈ അടുത്ത് അവിടെ പോയിട്ട് പറഞ്ഞ് ലോകസമാധാനം നിലനിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ്. ആർക്കെങ്കിലും ലോകസമാധാനം നിലനിൽക്കേണ്ട എന്നൊരു അഭിപ്രായമുണ്ടോ? മുനമ്പത്തുകാരെ അവിടെ പോയിട്ട് മുനമ്പത്തുകാരുടെ പ്രശ്നം എന്ത് എന്നത് അഡ്രസ്സ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം സമുദായ സൗഹാർദ്ദം നിലനിൽക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന മഹത്തായ സംസ്കാരം ഒരു കാരണവശാലും മാറാതിരിക്കുകയും വേണം. അത് വേണം എന്നാണ് പറഞ്ഞത് പുള്ളി. അല്ലാണ്ട് മുനമ്പത്തുകാർക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ സംഘടനകൾ ഈ നിലപാടെടുത്തു കഴിഞ്ഞു.
പക്ഷെ അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഈ സംഘടനകളുടെ സംഘടനകളുടെ ഈ ബോഡി എന്ന് പറയുന്നത് ബിഷപ്പുമാരുടെ ബോഡിയാണ്, ബിഷപ്പുമാരാണ്. അവർ ഇത്രയും സ്ട്രോങ് നിലപാടെടുത്ത് സംഘടനകളുടെ ഔദ്യോഗികമായി സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി മുമ്പാകെ അവരുടെ സ്റ്റാൻഡ് ഒഫീഷ്യലി അറിയിച്ചു. ഇനി അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതിൽ നിന്ന് ആവേശം കൊണ്ട് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് വരുന്നു. പിറ്റേ ദിവസം എന്തുകൊണ്ട് മാറ്റേണ്ടി വരുന്നു? കേരളത്തിലെ സഭ മുഴുവൻ കൂടെ ഉണ്ടെങ്കിൽ അല്ല ഞാൻ മാറ്റില്ല, സഭ എന്ന് പറയാമല്ലോ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF നിലപാട് സ്വീകരിച്ചിട്ടില്ല. UDFൻ്റെ നിലപാട് എതിരാണ്. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടെടുക്കാമല്ലോ. പറ്റില്ല. UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ പറ്റില്ല. UDFന് നിലപാടെടുക്കേണ്ടി വരും. പക്ഷേ കേരളത്തിലെ MP ഇപ്പോൾ പണ്ടത്തെ പോലെ വഖഫ് ഭേദഗതിക്കെതിരെ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വഖഫ് എന്താണെന്ന് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലായി. അതെ. അല്ല, എനിക്ക് ഇതൊക്കെ MP നമ്മൾ ഇതേ ഫ്ലോറിൽ വെച്ച് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. മുസ്ലിങ്ങളുടെ ഒറ്റ വാക്കും അവസാന വാക്കും മുസ്ലിം ലീഗാണെന്ന് അവർ തന്നെ അവകാശം. അതിൻ്റെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവ് മുസ്ലിം ലീഗിൻ്റെ കാന്തപുരം ആയ തങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ഇൻ്റർവ്യൂ നമ്മളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കത്തോലിക്ക പിതാക്കന്മാർ നടത്തിയിരിക്കുന്ന ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് ഇവർക്ക് എന്ത് പറയാനുണ്ട്? മുസ്ലിം ലീഗിനൊരു അഭിപ്രായം ഉണ്ടാകണമല്ലോ, ഒരു അഭിപ്രായം വേണമല്ലോ മുസ്ലിം ലീഗിന്. അദ്ദേഹം ഉറപ്പായിട്ടും പറയണം, അവസാന വാക്കാണ്. പിന്നെ ഒരു കാര്യം, ഹൈക്കോടതി വളരെ ശരിയായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? ഒരു കോടതി വിധി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കമ്മീഷൻ എന്ത് ചെയ്യും? കമ്മീഷന് ആ അധികാരമില്ലല്ലോ. അതെ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഫാക്ട് ഫൈൻഡിംഗ് അല്ലേ നടത്താൻ പറ്റും. ശുപാർശകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഫാക്ട് ഫൈൻഡിങ് നടത്താൻ, എന്നിട്ട് ചില റെക്കമെൻഡേഷൻ, കോടതി വിധി തെറ്റാണെന്ന് പറയാനായിട്ട് കമ്മീഷൻ അധികാരം പറ്റില്ല. കോടതി വിധി തെറ്റാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹയർ കോടതി പറയണ്ടേ? അതെ. ആ ഹയർ കോടതി അത് പറയാത്തിടത്തോളം കാലം ആ കോടതി വിധി ശരിയാണെന്നൊക്കെയാണ്. അതിൽ ഈ കമ്മീഷൻ എന്ത് ചെയ്യാനായിട്ടാണ്? അല്ല, കോടതി അതിശക്തമായി പറഞ്ഞ മറ്റൊരു വാക്ക് നമ്മുടെ പത്രങ്ങളെല്ലാം മുക്കി, ഇതൊരു ഐവാഷാണെന്ന് പറഞ്ഞു. അത് മാത്രം ഒരു വാർത്തയിലും വരില്ല. കണ്ണിൽ പൊടിയിടുക എന്നാണ് അതിൻ്റെ മലയാളം. കാരണം കാസമിനെ പോലുള്ളവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സാമ്പത്തിക ശക്തി വളരെ വലുതാണ്. അതിൻ്റെ മുന്നിൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. പത്രങ്ങളുടെ ഒരു 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 ദയനീയ അവസ്ഥ. ആ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പത്രത്തിൽ 1-ാം പേജിൽ ലീഡ് ന്യൂസായിട്ട് വന്നത് ഡിജിറ്റൽ കറൻസി വന്നു എന്നാണ്. അതെ. എന്നെ വിളിച്ചിട്ട് 1-2 പേര് ചോദിക്കുകയാണ് ഇങ്ങനെ. ഞാൻ സത്യത്തിൽ ഈ പത്രം വായിച്ചിരുന്നില്ല. ഞാൻ ഈ ഇംഗ്ലീഷ് പത്രം വായിച്ചതിന് ശേഷമാണ് ഇതിനകത്തേക്ക് വരിക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ വായിച്ച് നിൽക്കുന്ന സമയത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ 15 ദിവസം കൊണ്ട് എങ്ങനെയാണ് മനുഷ്യർ ഡിജിറ്റൽ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല. ഗവൺമെൻറ് അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടില്ല. പത്രത്തിൽ കിടക്കുന്ന ഗവൺമെൻറ്. ഞാൻ പറഞ്ഞു ഏത് പത്രത്തിൽ? മനോരമയിലും ഉണ്ട്, മാതൃഭൂമിയിലും ഉണ്ട്, ലീഡ് ന്യൂസായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ്. മാതൃഭൂമി ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഇത് ലീഡ് ന്യൂസാണ്. പരസ്യം വാർത്തയായി കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന അവസ്ഥയിലെത്തേണം. അല്ല, ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ബുദ്ധി കൂടിയിട്ട് തലയിലെ മുടിയൊക്കെ പോയ ആൾ ഇതെടുത്ത് വെച്ച് വായിച്ചിട്ട് അദ്ദേഹത്തിന് നമുക്കറിയാലോ, പ്രധാന ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പേരിന് പകരം വേറൊരു പേര് വന്നാൽ ഇങ്ങനൊരു ധനകാര്യമന്ത്രി ഉണ്ടോ എന്ന് ആലോചിക്കണം. അത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തില്ല. പിന്നെ വായിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് അഞ്ജലി റോയ് പ്രതിഷേധിച്ചു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് അദ്ദേഹത്തിന് പിടികിട്ടില്ല. അദ്ദേഹം അത് വായിച്ചു. ഇന്നത്തെ പത്രവിശേഷം എന്ന് പറഞ്ഞ് വായിച്ചു. ഇതുവരെ താഴത്തിറങ്ങിയിട്ടില്ല, ഏറെ തന്നെ നിൽക്കുക. അപ്പോൾ മാധ്യമപ്രവർത്തകർ, ബുദ്ധിജീവികളെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. അല്ല, ഇത് എന്ന് പറഞ്ഞാൽ ഇവരാരും ഈ മാധ്യമപ്രവർത്തനം ന്യൂസ് അല്ല, ഇപ്പം ന്യൂസ്റ്റെയിൻമെൻ്റാണ്. ന്യൂസിനെ എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റുകയാണ്. ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇപ്പോൾ ന്യൂസ്റ്റെയിൻമെൻ്റ് ആണ്. ന്യൂസ് അല്ല, ന്യൂസിനെ എൻ്റർടൈൻമെൻ്റ് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യണം. അതിന് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്താലേ ആളുകൾ സ്വീകരിക്കും. ഇവരെങ്ങനെ അറിയുക? മൊത്തം ആളുകൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ ആകെ 4-5 എത്രയോ ലക്ഷം സർക്കുലേഷനുള്ളൊരു പത്രത്തിന് എന്ത് അധികാരമുണ്ട്? ആ പ്രശ്നമില്ല. ഇവിടുത്തെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 16 ലക്ഷം സർക്കുലേഷനുള്ള അല്ലെങ്കിൽ 13 ലക്ഷം സർക്കുലേഷനുള്ള ഒരു പത്രം ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പത്രത്തിന് എന്ത് തീരുമാനം എടുക്കാൻ കഴിയും?
മൊത്തമല്ലല്ലോ. അത് തന്നെ തെറ്റല്ലേ? ഞങ്ങൾ മൊത്തം ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. 4 കോടി ഉണ്ട് ഇവിടെ ജനം. 4 കോടി ജനങ്ങളുണ്ട്. ആ 4 കോടി ജനങ്ങൾക്കും വേണ്ടി ഇതാ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങളങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട എന്ന് പറയണം. അതെ. അത് പക്ഷേ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയക്കാരും പറയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ശക്തി, അവരുടെ കരുത്തതാണ്. നമുക്ക് മുനമ്പത്തേക്ക് തിരിച്ചു പോയാൽ മുനമ്പത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നാമത് ഭരണഘടന അനുസൃതമായിട്ട് നിലനിൽക്കുന്ന ഒരു നിയമമല്ല വഖഫ് ആക്ട്, ഒരിക്കലുമല്ല. അത് 1954 ഈ ആക്ട് ഉണ്ടാക്കിയ കാലം തുടങ്ങി. ബ്രിട്ടീഷുകാരൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ശരീഅത്ത് നിയമപ്രകാരം നിലനിൽക്കുന്നൊരു നിയമമാണ്. അതെ. എനിക്കെന്ത് ശരീഅത്തെന്ന്? സുനിലിന് എന്ത് ശരീഅത്ത്? അതായത് ഇന്ന് ഞാൻ ആ കത്ത് വായിച്ചു. ഇന്ന് നമ്മുടെ എം പിമാർക്ക് അയക്കുന്ന കത്തിനകത്തൊരു ചില ക്ലോസുകളുണ്ട്. അവർ പറയുന്നു ആർട്ടിക്കിൾ 300A പ്രകാരമാണ് നമുക്കിപ്പോൾ സ്വത്തവകാശമുള്ളത്. അതിപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞു റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളയാനൊന്നും പറ്റില്ല. റീസെൻ്റ്ലി ജഡ്ജ്മെൻറ്റ് അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. ഇന്ദിരാഗാന്ധി എടുത്തു കളഞ്ഞെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇപ്പോൾ സുപ്രീം കോടതി പുതിയ CJIയുടെ ഓർഡർ വന്നിട്ടുണ്ട്. ഏതായാലും ഈ മുനമ്പംകാർ അയക്കുന്ന കത്തിൽ അവർ പറയുന്നു 300A മുകളിൽ ശരീഅത്തിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അതെ, കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുനമ്പംകാർ. 300A ശരീഅത്തിനെ ഭരണഘടനയ്ക്ക് മുകളിൽ പ്ലേസ് ചെയ്തേക്കാണ്. 300A എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വ്യവസ്ഥയാണല്ലോ. ഭരണഘടന ഇത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളുണ്ടല്ലോ, വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ്. ആ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഡിനേ ചെയ്യപ്പെടുന്നുണ്ട്. മതനിയമങ്ങളിൽ ഈ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഡിനേ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ഉറപ്പായിട്ടും ഡിനേ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ദൈവത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊല്ലാമെന്ന് തീരുമാനിക്കുന്ന ഇവരാരെങ്കിലും ദൈവത്തിൻ്റെ ഒപ്പീനിയൻ കേട്ടിട്ടുണ്ടോ? ദൈവത്തിനെ മാത്രം പറയണ്ട, മതത്തെ പറഞ്ഞാലും അല്ലെന്ന് വേണ്ട. ദൈവനിന്ദ, ബ്ലാസ്ഫമി. പാകിസ്ഥാനിൽ നിന്ന് 3 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് ബ്ലാസ്ഫമി പറഞ്ഞുകൊണ്ട്. ഈ ബ്ലാസ്ഫമിക്ക് ശിക്ഷ വിധിക്കുന്ന ശരീഅത്ത്, ദൈവത്തിൻ്റെ കാര്യം ഇവർക്ക് എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ ഒപ്പീനിയൻ ഇവർ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ലോകത്തൊരാളും കേട്ടിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, സർവശക്തനായ ദൈവത്തെ അശക്തനായ മനുഷ്യൻ സംരക്ഷിക്കാമെന്ന് പറയണല്ലോ, അത് തന്നെ ദൈവനിന്ദയാണ്. ദൈവത്തിന് പരമാധികാരം ഉണ്ടെങ്കിലേ പിന്നെ ഈ അശക്തനായ മനുഷ്യൻ എന്തിനാണ് ഇത് സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? ദൈവത്തിന് ബലം. അപ്പോൾ അതുപോലെ ഭരണഘടനയേക്കാൾ വലിയ പദവി ശരീഅത്തിന് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയ തെറ്റായ നിയമമാണ് വഖഫ് ആക്ട്. ഈ വസ്തുത ഇവരാരും പറയുന്നില്ല. വഖഫ് മിണ്ടത്തില്ലോ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ മിണ്ടില്ല. കാരണം ഇതുപോലെ ഭീരുക്കൾ ഉള്ള ഒരു കാലം രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇത് തിങ്ങുന്നുണ്ടാവാം. ചുരുങ്ങിയ വർഷം ഫ്രാൻസിസ് ജോർജിൻ്റെ എങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വളരെ മാന്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹവും വളരെ മാന്യനായ രാഷ്ട്രീയക്കാരൻ. ഫ്രാൻസിസ് ജോർജ് വളരെ മാന്യനാണ്. അതെ അതെ അതെ. തിങ്ങിയിട്ടാണ് നിവൃത്തിയില്ലാതെ ഫ്രാൻസിസ് ജോർജ് ഇത് പറഞ്ഞത്. അടുത്ത ദിവസം ഇപ്പോൾ PJ ഹോസ് വിളിച്ച് പറഞ്ഞ് ഫ്രാൻസിസ് ഇത് വേണ്ട, ഇത് ഇവിടെ അവസാനിപ്പിച്ചേക്ക്, നമ്മളല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്താകുമെന്ന് പറഞ്ഞു. സതീശൻ പറഞ്ഞു മുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. സതീശനാണല്ലോ മുന്നണി. അതെ അതെ, മുന്നണി മുതലാളിയാണ്. സതീശൻ പറഞ്ഞ് പുറത്താക്കുമെന്ന് പറഞ്ഞ്. അല്ല, ഇവർക്ക് എത്ര കാലം ഇത് പറ്റും? ഇവർ യുനാനിമസ് ആയിട്ട് ആ പ്രമേയത്തിന് കടലാസിൻ്റെ വില പോലും ഇല്ല. വെറുതെ അത്രയും സമയവും പണവും നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് സെൻട്രൽ ആക്ടിനെതിരെ ഇവർ എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? വെറുതെ ഒരു പ്രകാശം. അവർ എങ്ങനെ പറയാൻ പറ്റുമോ? CAA നടപ്പാക്കത്തില്ലെന്ന് പ്രമേയം പാസ്സാക്കിയ വിദ്വാന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, അത്രയും വിഡ്ഢിത്തമൊക്കെ അവർക്കുണ്ട് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞാണ്. വീണ്ടും വിഡ്ഢിത്തം ഉണ്ടെന്ന് തെളിയിച്ചൊക്കെയാണ്. അതായത് പിണറായി വിജയന് ഒത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ VD സതീശൻ തന്നെ. ചക്കക്കൊത്ത പിച്ചാത്തി, ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഐക്യം വളരെ വലുതാണ് ഈ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുനമ്പത്തേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആക്ട് അമെൻമെൻറ്റ് നടത്തണം. കമ്മീഷൻ എന്ത് ചെയ്യുമെന്നാണ് പറയണത്? കോടതി വിധിക്കെതിരെ കമ്മീഷന് പറയാൻ പറ്റുമോ എന്ന് വളരെ മയപ്പെടുത്തി
ഒരു റിട്ടയേർഡ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മനുഷ്യൻ നയിക്കുന്ന കമ്മീഷൻ ആയതുകൊണ്ട് വളരെ മയപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്നു കെ.ടി. തോമസ്. അല്ല, വളരെ ഇതായിട്ട് പറഞ്ഞ്, കാരണം ഇത് എന്ത് ചെയ്യാൻ പറ്റും, കമ്മീഷൻ വല്ലതും ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ പുറത്ത് കമ്മീഷൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് CN രാമേന്ദ്രൻ നായർ അല്ല ആ കമ്മീഷൻ എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലെ ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് വരുള്ളായിരുന്നു. ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നുള്ളൂ. അല്ല, ഓറൽ കമൻസ് ഇതിനേക്കാൾ രൂക്ഷമായിട്ട് വരുമായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭൂമി നിങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ പേരിൽ തട്ടിയെടുക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്തെന്ന്? ഏത് ഭരണഘടന? അതുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ വന്നുകൊണ്ട് സുനിൽ ജീവിക്കുന്ന ഭൂമി വക്കഫാണെന്ന് പറയുകയും നാളെ സുനിലോട് ഇറങ്ങിപ്പോടേ എന്ന് പറയുകയും ചെയ്ത് എന്താ ചെയ്യുക? പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ കരുതുന്നത്, ഇപ്പം ഈ പ്രധാനപ്പെട്ട 3 ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ സംഘടനകൾ ഇങ്ങനെ JPCക്ക് ഒരു രേഖാമൂലം, ഒരു കുറിപ്പ്, ഒരു ആവലാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ തുറന്നു പറയേണ്ടതല്ലേ? ആര്? ഈ കൊടുത്ത ആളുകൾ. അവരത് തുറന്നു പറഞ്ഞിട്ടില്ല. അതാണല്ലേ വേണ്ടത്. അത് അവരും തുറന്നു പറയേണ്ടത്. അവർ തുറന്നു പറയണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഇത് രാജ്യത്ത് നടക്കുന്ന പറയണം. അങ്ങനെ അത് ബിഷപ്പ് പ്രേമലേഖനം കൊടുക്കുന്ന പോലെ പ്രേമലേഖനം കൊടുക്കുന്ന രീതിയിൽ രഹസ്യമായിട്ട് JPCക്ക് കൊടുത്തിട്ട് മാറിയിരുന്നിട്ട് മറുപടി കിട്ടുമെന്ന് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ JPCയിലെടുത്ത് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയണം. പക്ഷെ അവർ ചെയ്ത കാര്യം ഇപ്പോൾ പുറത്തുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ ഡോക്യുമെൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ നിഷേധിക്കാൻ പറ്റില്ല അവർക്ക്. ആൻഡ്രൂസ് പിതാവും ക്ലീമസ് പിതാവും, ആൻഡ്രൂസ് പിതാവ്, ക്ലീമസ് പിതാവ്, ഫാദർ തറയിൽ, അത് പിന്നെ അദ്ദേഹം ഒരു പിതാക്കന്മാരല്ലേ? അല്ല, തോമസ് തറയിൽ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, KRLCCയുടെ സെക്രട്ടറി ജനറലാണ്. വലിയ പദവിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹമാണ് ഈ ഇവിടുത്തെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഔദ്യോഗികമായിട്ട് എടുക്കുന്നത്. ആ സമിതിയാണത്. അവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമിതിയാണ്. ആ സമിതിയുടെ ചീഫാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങർക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ എന്ത് പറയാൻ പറ്റും? അതെ. ഏതായാലും ഇതില് ഈ മുസ്ലിം ലീഗിനെ പേടിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇവർ 3 കക്ഷികളും മിണ്ടാത്തതും ലീഗിനെ പേടിച്ചാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും നമുക്ക്. ഉറപ്പായിട്ടും ലീഗിനെ പേടിച്ചിട്ടാണ്. ലീഗിനെ അല്ല, മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ്. 2 പിതാക്കന്മാരും KRLCCയും പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നില്ല, ഞങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല. പറയണമല്ലോ അവർ. അതെ, ഏതായാലും പറയാത്തത് കൊണ്ട് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.